അസ്സലാമലൈക്കും. സുബൈദ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തജ്വീദ് രണ്ടാം പാഠം സിഫത്തുൽ ഹുറൂഫ് എന്ന പാഠം വായിക്കാൻ പോകുന്നത്. ഇതിൽ തദ്രിബാത്ത് ഉൾപ്പെടുന്നതാണ്. പാഠവും തദ്രിബാത്തും ചെറുതാണ്, അപ്പോൾ സിമ്പിളായി പഠിക്കാൻ പറ്റും. സിഫത്തുൽ ഹുറൂഫ്: അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്റജുകളിൽ നിന്ന് ഉത്ഭവസ്ഥാനം പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. ഒരേ മഹ്റജിൽ നിന്ന് പുറപ്പെടുന്ന വിവിധ അക്ഷരങ്ങൾ സിഫത്തുകൾ കൊണ്ടാണ് വേർതിരിയുന്നത്. ചില സിഫത്തുകൾ മാറുന്നതുകൊണ്ട് അക്ഷരങ്ങൾ താനെ മാറിപ്പോവുകയും നിസ്കാരം ശരിയാവാതെ വരികയും ചെയ്യും. ഓരോ മഹ്റജിൽ നിന്നാണ് ത്വാഉം താഉം അതുപോലെ സ്വാദും സീനും പുറപ്പെടുന്നത്. സിഫത്തുകൾ കൊണ്ടാണ് അവ വേർതിരിയുന്നത്. 5, 6, 7 സിഫത്തുകളുള്ള ഹർഫുകളുണ്ട്. 5-ൽ കൂടുതലുള്ളതോ 7-ൽ കൂടുതലുള്ളതോ ഇല്ല. നമുക്കിനി തദ്രിബാത്ത് നോക്കാം. ഉത്തരം എഴുതാം. 1. സിഫത്തുകൾ എന്ന് പറയുന്നത് എന്തിന്? അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്റജിൽ നിന്ന് ഉത്ഭവസ്ഥാനം പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സിഫത്ത് എന്ന് പറയുന്നത്. 2 അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ എന്താണ് പാലിക്കേണ്ടത്? സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. 3. ഒരേ മഹ്റജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വ്യത്യസ്തമാവുന്നത് എന്തുകൊണ്ട്? ചില സിഫത്തുകൾ മാറുന്നതുകൊണ്ട് അക്ഷരങ്ങൾ താനെ മാറിപ്പോവുകയും നിസ്കാരം ശരിയാവാതെ വരികയും ചെയ്യും. വേർതിരിക്കാം. 1. ഒരക്ഷരത്തിൽ കൂടാവുന്ന ഏറ്റവും ചുരുങ്ങിയ സിഫത്ത്. 5. ഒരക്ഷരത്തിൽ കൂടിയാൽ എത്രയുമാവാം. 7. പൂർത്തിയാക്കാം. 1. ചില സിഫത്തുകൾ ആവാതെ വരികയും ചെയ്യും. ചില സിഫത്തുകൾ മാറുന്നതുകൊണ്ട് അക്ഷരങ്ങൾ താനെ മാറിപ്പോവുകയും ചെയ്യും. 2. 5-ൽ ഡാഷ് ഇല്ല. 5-ൽ കൂടുതലുള്ളതോ 7-ൽ കൂടുതലുള്ളതോ ഇല്ല. പാഠം കഴിഞ്ഞു. അപ്പോൾ രണ്ടാം പാഠം കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.